നമസ്കാരം. അപ്പോൾ നമ്മൾ പൈത്തൺ പ്രോഗ്രാമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അടുത്തൊരു പ്രോഗ്രാമാണ്. പൈത്തൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് നമുക്കൊരു പ്രോഗ്രാം ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം. അപ്പോൾ പ്രോബ്ലം ഇതാണ്: ഫൈൻഡ് ദ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ. അപ്പോൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിജിറ്റിനെ റിവേഴ്സ് ചെയ്യുന്ന എങ്ങനെയാണ്, നമ്പേഴ്സിനെ റിവേഴ്സ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കണ്ടവർക്കറിയാം എങ്ങനെയാണ് ഒരു നമ്പറിൽ നിന്നും ഡിജിറ്റിനെ വേർതിരിച്ചെടുക്കുന്നത് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇവിടെയും അതേ ലോജിക്ക് തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഈ പ്രോഗ്രാമിൽ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ. അതായത് ഒരു നമ്പറിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 245 എന്ന് പറയുന്ന ഒരു നമ്പറിൻ്റെ ഡിജിറ്റുകളുടെ സം, അതായത് 2 + 4 + 5 11 എന്ന ഉത്തരം നമുക്ക് കിട്ടണം. പറഞ്ഞ് മനസ്സിലായി? ഏതൊരു നമ്പർ കൊടുത്താൽ. അപ്പോൾ 2 + 4 6, 6 + 5 11. അല്ലെങ്കിൽ 123. 123യുടെ എന്തായിരിക്കും സം ഓഫ് ഡിജിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 + 2 3, 3 + 3 6. സോ 6 എന്ന് പറയുന്ന ഉത്തരം കിട്ടും. സോ അങ്ങനെ ഏത് നമ്പർ കൊടുത്താലും ആ നമ്പറിൻ്റെ ഡിജിറ്റുകളുടെ സം റിസൾട്ടായിട്ട് ഈ പ്രോഗ്രാമിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യണം. ആ രീതിയിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യണം. നമുക്കറിയാം ഈ 123 അല്ലെങ്കിൽ 123 എന്ന് പറയുന്ന ഒരു സിംഗിൾ നമ്പറാണ്. ഈ സിംഗിൾ നമ്പറിൽ നിന്ന് ഓരോ ഡിജിറ്റിനെയും നമുക്ക് വേർതിരിച്ചെടുത്ത് ആഡ് ചെയ്യണം. അപ്പോൾ ഈ 123 എന്ന് പറയുന്ന നമ്പറിൽ നിന്നും നമുക്ക് ഒന്നുകിൽ ഫ്രണ്ടിൽ നിന്ന് 1നെ വേർതിരിക്കാം, അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് 3യെ ഡിവൈഡ് ചെയ്തെടുക്കാം, മുറിച്ചെടുക്കാം. അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്? കഴിഞ്ഞ പ്രോഗ്രാമിലെ അതേ ലോജിക്ക് തന്നെ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. ഇതിനെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഏതൊരു നമ്പറിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ കോഷ്യൻ്റ്, എന്തായിരിക്കും അതിൻ്റെ റിമൈൻഡർ എന്നുള്ള കാര്യം നമ്മൾ നോക്കിയായിരുന്നു അല്ലേ? ഏതൊരു നമ്പറിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ്, അതായത് 123ക്കകത്ത് 3 ആയിരിക്കും അതിൻ്റെ എന്തായിട്ട് വരുന്നത്? റിമൈൻഡർ ആയിട്ട് വരുന്നത്. 1, 2 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ 3ക്ക് മുമ്പുള്ള നമ്പർ ഏതാണോ ആ നമ്പറായിരിക്കും അതിൻ്റെ കോഷ്യൻ്റ് ആയിട്ട് വരുന്നത്. അത് ഏത് നമ്പറാണെങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയാണല്ലേ. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, 1000 0 വരുന്നതിന് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? അപ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. എന്തായിരിക്കും? 100 എന്ന് പറയുന്ന നമ്പറായിരിക്കും എന്ത് പറയുന്നത്? കോഷ്യൻ്റ് ആയിട്ട് വരുന്നത്. റിമൈൻഡർ ആയിട്ട് വരുന്നത് 0 ആയിരിക്കും. കണ്ടോ? അതായത് ലാസ്റ്റ് ഡിജിറ്റ് റിമൈൻഡർ ആയിട്ട് വരികയും അതിന് മുമ്പ് ആ ലാസ്റ്റ് ഡിജിറ്റിന് മുമ്പ് വരെ ഉള്ള ഡിജിറ്റുകളായിരിക്കും ചേർന്നുള്ള നമ്പറായിരിക്കും എന്തായിട്ട് വരുന്നത്? കോഷ്യൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു നമ്പറിൽ നിന്ന് നമുക്ക് ലാസ്റ്റ് ഡിജിറ്റിനെ വേർതിരിച്ചെടുക്കണമെങ്കിൽ ആ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ലാസ്റ്റ് ഡിജിറ്റ് റിമൈൻഡർ ആയിട്ട് കിട്ടും. ആ റിമൈൻഡർ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റിവെക്കാം. വീണ്ടും ആ റിമൈൻഡറിനകത്തേക്ക്, അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ കിട്ടിയതാണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 123 ഞാൻ ഡിവൈഡ് ചെയ്യാണ്. 123 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 12 കോഷ്യൻ്റ് ആയിരിക്കും, റിമൈൻഡർ എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ ഈ 123ൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? നമുക്ക് 3യെ കിട്ടി അല്ലേ? 3യെ മാറ്റി വെക്കുന്നു, 3യെ കിട്ടി. അപ്പോൾ നമ്മൾ സം ഓഫ് ഡിജിറ്റുകളുടെ സം കണ്ടുപിടിക്കും. അപ്പോൾ സം ഈസ് ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ 3യെ കിട്ടി. ഇനി ഉണ്ടല്ലോ ഡിജിറ്റ്. ഇനി ഈ 12നെ നമുക്ക് എന്ത് വേണ്ട? 123 വേണ്ട, 12നെ മതി. അപ്പോൾ 12നെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ? അവിടെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. പക്ഷേ കോഷ്യൻ്റ് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നമ്പർ ആദ്യം 123 ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്പർ എത്ര ആയിട്ട് മാറി? 12 ആയിട്ട് മാറി ആദ്യത്തെ ഡിവിഷൻ കഴിഞ്ഞപ്പോൾ. അപ്പോൾ ആ 12നെ നമ്മൾ അഗെയിൻ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. 12നെ അഗെയിൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് എന്തായിരിക്കും കിട്ടുന്നത്? സ്വാഭാവികമായിട്ടും 2 റിമൈൻഡർ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ 3യോടൊപ്പം എന്തിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു? 2നെ ആഡ് ചെയ്യുന്നു. അഗെയിൻ എന്താ സംഭവിക്കുന്നത്? ഈ കോഷ്യൻറ്റിനെ എടുത്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? അല്ലേ, ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഉത്തരം കിട്ടുന്നത്. അപ്പോൾ എന്താണ് കിട്ടുന്നത്? അതിൻ്റെ റിമൈൻഡർ എന്തായിരിക്കും കിട്ടുന്നത്? ഇനി പോയിന്റ് വെച്ചുള്ള ഡിവിഷനിലേക്ക് നമ്മൾ പോകുന്നില്ല, അവിടെ വെച്ച് നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ റിമൈൻഡർ എന്തായിരിക്കും? ഈ 1 തന്നെ റിമൈൻഡർ ആയിട്ട് കിട്ടും അല്ലേ? 1 തന്നെ റിമൈൻഡർ ആയിട്ട് കിട്ടും. അപ്പോൾ എന്താണ് കിട്ടുന്നത്? ഇതിനെ ആഡ് ചെയ്യുമ്പോൾ 3 + 2 5, 5 + 1 6, 6 എന്ന് പറയുന്ന ഉത്തരം നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ ഇനി പോയിന്റ് ഇട്ട് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യത്തില്ല. ഇൻറ്റീരിയർ ഡിവിഷനാണ്. ഇൻറ്റീരിയർ ഡിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റിന് മുമ്പ് വരുന്ന സംഖ്യയെ മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ 0 ആണ്. അപ്പോൾ നമ്പർ എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. ഇനി ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഈ രീതിയിലായിരിക്കും ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അപ്പം ഈ പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പ്രോഗ്രാമിന് നമുക്കൊരു നമ്പർ വേണം. അതിനുവേണ്ടി നമ്മൾ കീബോർഡിൽ നിന്ന് നമ്പറിനെ സ്വീകരിക്കുന്നു. നമ്പറിനെ സ്വീകരിക്കുന്നതിനോടൊപ്പം അതിനെ നമ്പർ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്ത് നം എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പിനകത്തേക്ക് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഡിജിറ്റുകളുടെ സമ്മ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ വേണം. ആ വേരിയബിളിനെ ഞാൻ സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പേര് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ സം എന്ന് മാത്രം കൊടുത്താലും മതി, വേറെ പേര് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ അതിൻ്റെ വാല്യൂ, ഇനിഷ്യൽ വാല്യൂ 0, അതായത് നമ്മുടെ അഡീഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് തുടങ്ങുന്നതിന് മുമ്പേ അതിന് ഇനിഷ്യൽ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു.
ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മുടെ ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് 123 എന്ന് പറയുന്ന നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുത്തതെന്ന് നമുക്കൊന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നം എന്ന് പറയുന്നത് എന്താണ് 123. അപ്പോൾ സീറോയേക്കാൾ മുകളിലാണെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്ന വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ നമ്പറിൻ്റെ വാല്യൂ സീറോയേക്കാൾ മുകളിലാണെങ്കിൽ നമ്മൾ ഡിജിറ്റ് കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ സമ്മ് കണ്ടുപിടിക്കാൻ പോകണം. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? അവസാനത്തെ ഡിജിറ്റിനെ വേർതിരിച്ചെടുക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയ നമ്മിനെ 123യെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ എടുക്കണം. അതിനാണല്ലോ മൊഡ്യൂൾ ഓപ്പറേറ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റിമൈൻഡർ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വേറെ ഒന്നും നോക്കണ്ട, 3 ആയിരിക്കും അതിൻ്റെ റിമൈൻഡർ കിട്ടുന്നത്. ആ 3യെ കിട്ടിയ ഡിജിറ്റ് കണ്ടോ, ഡിജിറ്റ് എന്ന് പറയുന്ന ആ 3യെ നമ്മൾ സം ഓഫ് ഡിജിറ്റിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. പ്ലസ് ഈസിക്കൽ ടു അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ അല്ലേ. ഇതിൻ്റെ മീനിങ് എന്താണ്? ഈ പ്ലസ് ഈസിക്കൽ ടു ഒരുമിച്ചിടുന്നത്. ഇതിൻ്റെ പ്ലസ് ഈസിക്കൽ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, സം ഓഫ് ഡിജിറ്റ്സ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഡിജിറ്റ്സ് പ്ലസ് ഡിജിറ്റ് അല്ലേ. ഇതിനെ ഷോർട്ടാക്കി എഴുതിയിരിക്കുകയാണ്. ഈ സം ഓഫ് ഡിജിറ്റിനെ 2 തൊട്ട് എഴുതുന്നതിന് വരെ ഷോർട്ടാക്കി ഈ ഒരു സ്റ്റെപ്പിനെ ഷോർട്ടാക്കി എഴുതിയിരിക്കുകയാണ്. ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിനകത്ത്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമുക്ക് കിട്ടിയ ഡിജിറ്റ് എന്ന് വെച്ചാൽ 3 ആണ്. ആ 3യെ സം ഓഫ് ഡിജിറ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കുന്നു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞാലോ നമ്മുടെ ഈ നമ്പർ 123ൽ നിന്ന് എന്തായിട്ട് മാറണം? 12 ആയിട്ട് മാറണം. 3യുടെ ഉപയോഗം കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് 12 ആക്കി മാറ്റണം. അപ്പോൾ നമ്പിനെ 12 ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ ഫ്ലോർ ഡിവിഷൻ ചെയ്യണം. ഫ്ലോർ ഡിവിഷൻ അല്ലെങ്കിൽ ഇൻറ്റിജർ ഡിവിഷൻ എന്ന് പറയും. അപ്പോൾ ഇൻറ്റിജർ ഡിവിഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ 123യെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മുകളിലത്തെ കോഷ്യൻ്റ് ആയിരിക്കും കിട്ടുന്നത് അല്ലേ. ഈ രീതിയിൽ 2 സ്ലാഷ് ഉപയോഗിച്ച് ഇൻറ്റിജർ ഡിവിഷൻ ചെയ്യുമ്പം കോഷ്യൻ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ എന്ത് കിട്ടുന്നു? 12 എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ നമ്പിൻ്റെ വാല്യൂ ഇപ്പം 123ൽ നിന്നും എന്തായിട്ട് മാറി? 12 ആയിട്ട് മാറി. ഓക്കെ, ഈ ലൂപ്പിന് വർക്ക് ചെയ്യണോ? വർക്ക് ചെയ്യണം. 0യേക്കാൾ മുകളിലാണെങ്കിൽ വർക്ക് ചെയ്യണം അല്ലേ. 12 ആണല്ലോ ഇപ്പോഴത്തെ നമ്പിൻ്റെ വാല്യൂ. 12 ആണ്. സോ സ്വാഭാവികമായിട്ടും 0യേക്കാൾ മുകളിലാണ്. വീണ്ടും ഈ പ്രോസസ്സ് ആവർത്തിക്കും. എന്താ ആവർത്തിക്കുന്നത്? 12നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 12നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിമൈൻഡർ എന്തായിരിക്കും? 2 ആയിരിക്കും. റിമൈൻഡർ 2 ആയിരിക്കും. ആ 2നെ സം ഓഫ് ഡിജിറ്റിൽ ഇപ്പോൾ എന്താണോ കിടക്കുന്നത് അതിനോടൊപ്പം ആഡ് ചെയ്യും. ഇപ്പോൾ സം ഓഫ് ഡിജിറ്റിൽ എത്ര ഉണ്ട്? 3 ഉണ്ട്. 3യോടൊപ്പം നമ്മൾ എന്തിനെ ആഡ് ചെയ്ത് കൊടുക്കും? 2 ആഡ് ചെയ്യും. ഈസ് ഈക്വൽ ടു എത്ര ആയിട്ട് വരും? 3 + 2 5 ആയി. ഓക്കെ ആണല്ലോ. ഇപ്പോൾ സം ഓഫ് ഡിജിറ്റ് 5 ആക്കി. ഇനി നമ്മുടെ ഈ നമ്പറിൽ നിന്നും ഈ 2ൻ്റെ ഉപയോഗം കഴിഞ്ഞ സ്ഥിതിക്ക് അതിനെ മുറിച്ച് മാറ്റണം. അതിനുവേണ്ടിയാണ് ഈ ഡിവിഷൻ നടത്തുന്നത് അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? 12നെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആയിരിക്കും അതിൻ്റെ കോഷ്യൻ്റ് ആയിട്ട് വരുന്നത്. സോ 1നെ എടുത്തുകൊണ്ട് വരുന്നു. 1 0യേക്കാൾ മുകളിലാണ്. സ്വാഭാവികമായിട്ട് വീണ്ടും ഈ പ്രക്രിയ നടക്കും. അപ്പോൾ 1നെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 തന്നെയായിരിക്കും. റിമൈൻഡർ എന്ത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. ആ 1നെ എടുത്ത് നമ്മൾ ഈ സം ഓഫ് ഡിജിറ്റ് ആയിട്ടുള്ള 5നോടൊപ്പം 1നെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എത്ര ആയിട്ട് മാറി? 6 ആയിട്ട് മാറി. സം ഓഫ് ഡിജിറ്റ് 6 ആയിട്ട് മാറി. ഇനി നമ്മൾ ഈ 1നെ, അതായത് നമ്പിൻ്റെ വാല്യൂ ഇപ്പോൾ 1 ആണല്ലോ, ആ 1നെ ഫ്ലോർ ഡിവിഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻറ്റിജർ ഡിവിഷൻ ചെയ്യുന്നു. ഇൻറ്റിജർ ഡിവിഷൻ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മുകളിൽ 0 ആയിരിക്കും ആദ്യം കിട്ടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പോയിൻ്റ് ഇട്ട് നമുക്ക് പോകും. പക്ഷേ പോയിൻ്റ് കഴിഞ്ഞുള്ള വാല്യൂ എടുക്കത്തില്ല. നമുക്ക് ഈ ഇൻറ്റിജർ ഡിവിഷനാണ്, അതുകൊണ്ട് ഈ പോയിൻ്റ് കഴിഞ്ഞാൽ അപ്പോൾ 0 ആണ് അല്ലേ. നമ്പിൻ്റെ വാല്യൂ എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. നം ഈസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ ഇത് ചെയ്യുമോ? ഈ വൈൽ ലൂപ്പ് വർക്ക് ചെയ്യത്തില്ല. കാര്യം എന്താണ്? നമ്പിൻ്റെ വാല്യൂ 0യേക്കാൾ മുകളിലാണെങ്കിൽ മാത്രമേ ഈ വൈൽ ലൂപ്പ് വർക്ക് ചെയ്യത്തുള്ളൂ. അതായത് നമ്മുടെ ഡിജിറ്റ് മുറിഞ്ഞ് ഏറ്റവും കുറഞ്ഞ് 0യിൽ എത്തുമ്പോഴാണ് ഇതിൽ നിന്നും എന്ത് ചെയ്യും? ഈ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്യും. അപ്പം ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പം ഈ സം ഓഫ് ഡിജിറ്റ് എന്ന് പറയുന്ന വേരിയബിളിനകത്ത് എന്തുണ്ട്? ആ ഡിജിറ്റുകളുടെ സം ഇരിപ്പുണ്ട്. അപ്പം ആ സമ്മിനെ നമ്മൾ എന്ത് ചെയ്യുക? പ്രിൻറ്റ് ചെയ്ത് കാണിക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. സം ഓഫ് ഡിജിറ്റ് എന്ന് എഴുതി കാണിച്ചതിന് ശേഷം നമ്മുടെ ഈ 6 എന്ന് പറയുന്ന വാല്യൂ സ്ക്രീനിൽ എഴുതി കാണിക്കും. ഇങ്ങനെയാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഈ പ്രോഗ്രാം ഒന്ന് നമുക്ക് ലൈവായിട്ട് നമുക്ക് പൈച്ചാം IDEക്കകത്തൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ നോക്കിയേ, ഈ പ്രോഗ്രാം നമ്മളിപ്പം സം ഓഫ് ഡിജിറ്റിൻ്റെ ഒരു പ്രോഗ്രാമാണ്. ഇവിടെ നമ്മൾ ആദ്യത്തെ ലൈൻ നോക്കി, ഞാൻ സൂം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആദ്യത്തെ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ ആ നമ്പറിനെ റീഡ് ചെയ്യുന്നു. രണ്ടാമത്തെ ലൈനകത്ത് എന്താണ്? സം ഓഫ് ഡിജിറ്റ് 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എഴുതിയിരിക്കുന്ന ലൂപ്പെല്ലാം അതേപോലെ തന്നെയുണ്ട്. ഇതെന്താണ്? ഇത് കമൻറ്റാണ് അല്ലേ. ഹാഷ് ഇട്ടിട്ട് എഴുതി കഴിഞ്ഞാൽ കമൻറ്റുകളാണ്. അത് കോഡിൻ്റെ ഭാഗമല്ല. അത് നമുക്ക് എന്താണ്, നമ്മൾ എന്താണ് ആ സെൻറ്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് നമ്മളത് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിന് നമ്മൾ ഹാഷ് എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് സെൻറ്റൻസ് വേണമെങ്കിൽ എഴുതാം. അത് കോഡിൻ്റെ ഭാഗമായിട്ട് കാണേണ്ട കാര്യമില്ല. അപ്പോൾ എന്താണ്? അപ്പോൾ വൈൽ ലൂപ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വൈൽ ലൂപ്പ് ഇവിടെയുണ്ട്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതും അതേപോലെ തന്നെയുണ്ട്. ഇവിടെ സം അവസാനം നമുക്കൊരു നമ്പർ കൊടുത്തു നോക്കാം, വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇതാണ്ട് എൻ്റർ എ നമ്പർ, ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് നോക്കുക. അപ്പോൾ 123 എന്ന് നോക്കുന്നു, എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എന്താണ്? സം ഓഫ് ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സം കാണുന്നുണ്ട് അല്ലേ. സം ഓഫ് ഡിജിറ്റ്
വേറൊരു നമ്പർ റൺ ചെയ്ത് നോക്കാം. വേറൊരു നമ്പർ നോക്കാം. 2 3 4. ഓക്കെ, 9. ഓക്കെ ആണല്ലോ. ഇനി നമുക്കൊരു 4 ഡിജിറ്റ് നമ്പർ നോക്കാം. 3 4 5 6. ഓക്കെ, 3 4 5 6. ഓക്കെ, 18 അല്ലേ? കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ അറിയാം 10 5 3 + 4 + 5 + 6 എന്താണ് 18 എന്നായിരിക്കും. അപ്പോൾ പ്രോഗ്രാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നില്ല എങ്കിൽ എന്തെങ്കിലും ഔട്ട്പുട്ടിനകത്ത് മിസ്റ്റേക്കോ അല്ലെങ്കിൽ എററുകളോ നിങ്ങൾക്ക് തിരുത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് അല്ലെങ്കിൽ മെസ്സേജായിട്ട് അറിയിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.